പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വ്യക്തിത്വങ്ങളെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. രാജൻ ജോസഫും ശ്രീനാദേവി കുഞ്ഞമ്മയും. രാഹുൽ മാങ്കൂട്ടം കേസിലെ അതിജീവിതകളുടെ സ്ത്രീത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട അതിജീവിതനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ തൻ്റെ സ്വന്തം കാര്യം വന്നപ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ സ്ത്രീത്വത്തിന് ഇല്ലാത്ത വില തൻ്റെ സ്ത്രീത്വത്തിനുണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ രാജൻ ജോസഫിനെതിരെ അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അടൂർ പോലീസ് കഴിഞ്ഞ ദിവസം രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്ത് സെല്ലിലിടുകയും ഈ ശ്രീനാദേവി എന്ന് പറയുന്നവൾ രാജൻ ജോസഫിനെ സന്ദർശിച്ചതിന് ശേഷം ക്ലോസറ്റിന് സമാനമായ വായുള്ള മാലിന്യമെന്നാണ് രാജൻ ജോസഫിനെ വിശേഷിപ്പിച്ചത്. രാജൻ ജോസഫിന് ആ വിശേഷണം ആണ് ഇവൾ കൊടുത്തതെങ്കിൽ പാതിരാത്രിയിൽ മദ്യപിച്ചു എന്ന് തോന്നിക്കത്തക്കവണ്ണം രാജൻ ജോസഫിനെ ഫോണിൽ വിളിച്ച് പച്ചത്തെറികൾ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഇവളുടെ സഹോദരൻ്റെയും വായെപ്പറ്റി നമ്മൾ എന്താണ് പറയേണ്ടത്? ഇതാ, നിങ്ങളിത് കേട്ടു നോക്കൂ. ആ തന്തയ്ക്ക് ഉണ്ടായല്ലോ നീ ഊരി മോനെ, നീ വീഡിയോ നടക്കുന്നു പുണ്ടച്ചി താഴെ. നീ എവിടെ ഉള്ളത്? ഞാൻ എറണാകുളത്തുണ്ട്. നിന്റെ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി നിന്റെ അളിയനാവാന്ന് പറഞ്ഞ് നിൽക്കുന്നവനുണ്ടല്ലോ, അവനും വിചാരിച്ചിട്ട് പുല്ലും ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാർ കേട്ടോ. ഞാൻ വരുവാ അങ്ങോട്ട്. നീ വാ. നീ തന്തയിന്ന് ഓത്ത ദിവസമല്ലേ നീ എണ്ണ പട്ടി പോലെയടി പോലെ നീ എണ്ണിക്കൊണ്ടിരി. ഒരിക്കൽ കൂടി കേൾക്ക്. നീ വീഡിയോ നടക്കുന്നു പുണ്ടച്ചി താഴെ. നീ എവിടെ ഉള്ളത്? ഞാൻ എറണാകുളത്തുണ്ട്. നിന്റെ പുല്ലും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി നിന്റെ അളിയനാവാന്ന് പറഞ്ഞ് നിൽക്കുന്നവനുണ്ടല്ലോ, അവനും വിചാരിച്ചിട്ട് പുല്ലും ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാർ കേട്ടോ. ഞാൻ വരുവാ അങ്ങോട്ട്. നീ വാ. പൂറി പോലെ നീ എന്നടാ നായേ, നീ തന്തയിന്ന് ഓത്ത ദിവസമല്ലേ നീ എണ്ണ പട്ടി പോലെയടി പോലെ നീ എണ്ണിക്കൊണ്ടിരി. പ്രിയപ്പെട്ടവരെ, ആ തന്തയ്ക്ക് ഉണ്ടായല്ലോ നീ വീഡിയോ നടക്കുന്നു പുണ്ടച്ചി താഴെ. നീ എവിടെ ഉള്ളത്? രാജൻ ജോസഫിൻ്റെ വായി ക്ലോസറ്റ് പോലെയാണെങ്കിൽ ഇവളുടെ സഹോദരൻ്റെയും വായി സേഫ്റ്റി ടാങ്ക് പോലെ മാലിന്യം നിറഞ്ഞതല്ലേ പ്രിയപ്പെട്ടവരെ? രാഹുൽ മാങ്കൂട്ടവും ശ്രീനാദേവിയും എന്ന് പറയുന്ന രണ്ട് ആഭാസ ജന്മങ്ങളും അവരുടെ ഗുണ്ടകളും കൂടി ഈ പാർട്ടിയെ നശിപ്പിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ കക്കൂസ് ഈ സേഫ്റ്റി ടാങ്ക് മാലിന്യങ്ങളെ കോൺഗ്രസ് പാർട്ടി എത്ര നാൾ ചുമക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അത്രയുമേ എനിക്ക് തൽക്കാലം പറയാനുള്ളൂ. VDS ഇവളുടെയും മാങ്കൂട്ടത്തിൻ്റെയും കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വഹിക്കുക.